ദൈവവചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അല്ല, വെറുതെ ആയിരിക്കുന്ന റൂമിലോ എവിടെ ആയിരിക്കുന്നോ ദൈവവചനത്തിന് ശക്തി ഉണ്ടെന്ന് ഉറപ്പോടെ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ വർഷത്തിന്റെ പകുതി കഴിഞ്ഞ് ജൂലൈ മാസത്തിലാണ് നമ്മൾ. ഹല്ലേലൂയ. 2020. ഹല്ലേലൂയ. പലർക്കും പല രീതിയിലുമാണ്, പല അനുഭവത്തിൽ കൂടെയാണ് ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. പല രീതിയിൽ കൂടെയാണ് നമ്മുടെ ജീവിതം ചലിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്യൂച്ചർ ഇല്ലാത്ത രീതിയിലാണ്. എന്ത് പറയണമെന്ന് മെഡിക്കൽ സയൻസിന് അറിയത്തില്ല, ഡോക്ടേഴ്സിന് അറിയത്തില്ല, സയന്റിഫിക് വേൾഡിന് അറിയത്തില്ല. They don't know anything about the future. അവർക്കൊരു ഉറപ്പില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറപ്പുള്ള എത്ര പേരുണ്ട്? എന്റെ ഫ്യൂച്ചർ ദൈവത്തിന്റെ കരത്തില് സുരക്ഷിതമാണ്, എന്റെ മേലുള്ള വാഗ്ദത്തം സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ തട്ടി ദൈവത്തിന്റെ മഹത്വം കൊടുത്താണ്. അങ്ങനെ ഉറപ്പുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഡോക്ടർമാർക്ക് ഒരു ഉറപ്പില്ല, മെഡിക്കൽ സയൻസിന് ഒരു ഉറപ്പില്ല, പക്ഷേ എന്റെ ഫ്യൂച്ചറിന് ഉറപ്പ് ദൈവത്തിന്റെ കരത്തിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ തട്ടി ആ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. വിളിച്ചവൻ വിശ്വസ്തന, അവൻ വാക്ക് മാറാത്തവനാ, അവന്റെ വചനം മാറി പോകത്തില്ല. ആകാശവും ഭൂമി മാറിപ്പോയാലും അവന്റെ വചനത്തിനും അവന്റെ വാഗ്ദത്തത്തിനും അവന്റെ ദൂതിനും മാറ്റമില്ലെന്ന് ഉറപ്പുള്ളവർ കരങ്ങളെ തട്ടിയ നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ മേലൊരു വാഗ്ദത്തമുണ്ട്, നമ്മുടെ മേലൊരു ദൂതുണ്ട്. ദൂത് പറഞ്ഞാണ് വാഗ്ദത്തം ചെയ്തവൻ നമ്മളെ പുറത്തിറക്കിയത്. വിളിയോടുകൂടിയാണ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ വിളിച്ചവൻ വിശ്വസ്തനാ. ഇന്ന് പകൽക്കാല ആ ഉറപ്പുള്ളവർ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഇസ്രായേൽ മക്കളെ പുറത്തിറക്കുമ്പോൾ അവർക്ക് വാഗ്ദത്ത ദേശം ഉറപ്പിച്ചിട്ടാ, വാഗ്ദത്ത ദേശം കൊടുക്കുമെന്ന് പറഞ്ഞ അവരെ പുറത്തിറക്കിയത് അടിമത്വത്തിൽ നിന്ന്. അല്ലെങ്കിൽ വർഷങ്ങളായി 400 വർഷങ്ങൾക്ക് മുകളില് അല്ലെങ്കിൽ അടിമത്വത്തിൽ കിടന്ന് ഇസ്രായേൽ മക്കളെ പുറത്തിറക്കുന്നത് വാഗ്ദത്തത്തോടു കൂടിയാ. നിന്നെ പുറത്തിറക്കിയത് അപ്പനില്ലാത്ത ഭാഗ്യം, നിന്റെ കൂട്ടുകാർക്കില്ലാത്ത ഭാഗ്യം തന്ന് ദൈവം നിന്നെ പുറത്തിറക്കിയത് വാഗ്ദത്ത ദേശത്തിലേക്ക് വേണ്ടിയാ. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി. ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, മരുഭൂമി ആയിക്കോട്ടെ, എവിടെയും പോഷിപ്പിക്കുവാൻ നിന്റെ നല്ല വേണ്ട നടത്തുവാൻ കഴിവുള്ളവനാ എന്റെ ദൈവം. മോശയ്ക്ക് കഴിയത്തില്ല. മോശയ്ക്ക് കരങ്ങൾ തളർന്നു പോകും. അവന് ചിലപ്പോൾ സംസാരിക്കാൻ കഴിയത്തില്ല, പക്ഷെ അവനെ വിളിച്ചവൻ വിശ്വസ്തനാ. ഇന്ന് പകൽക്കാലം എന്നെ ശ്രമിക്കുന്ന ആരുണ്ടെങ്കിൽ അവനിലേക്ക് തിരിയുക. അവനിലേക്ക് ഒന്ന് തിരിയാമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ചലിച്ചു തുടങ്ങുക, വാഗ്ദത്തത്തിലേക്ക് ചലിച്ചു തുടങ്ങും. വാഗ്ദത്തം പറഞ്ഞപ്പോൾ ചെങ്കലിനെ കുറിച്ച് പറഞ്ഞില്ല, യോർദാനെ കുറിച്ച് പറഞ്ഞില്ല, ഹല്ലേലൂയ, യെരിഹോ മതിലിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ വാഗ്ദത്തം പറഞ്ഞവൻ അറിയാം ഏത് രീതിയിൽ ഇതിനെ ചലിപ്പിക്കണമെന്ന്. എവിടെ കൂടെ പോയാലും നിന്റെ വാഗ്ദത്തത്തിനും നിന്റെ അഡ്വാൻസ്മെന്റിനും നീ പോകുന്ന യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിന് സകലത്തെയും മാറ്റിക്കൊണ്ട് അത് ഇംപോസിബിൾ എന്ന് പറയുന്നതിനെ പോസിബിൾ ആക്കിക്കൊണ്ട് നിന്നെ നടത്തുവാൻ കഴിവുള്ളവനാ വിശ്വസിക്കുന്നവർ. 2020 കേട്ട വാഗ്ദത്തങ്ങൾ, 2020 നിന്റെ മേലുള്ള ദൈവിക ദൂതുകൾ, ദൈവിക പദ്ധതികൾ നിറവേറുമെന്ന് ഉറപ്പുള്ളവർ, സഭയോടുള്ള ദൂത് നിറവേറുന്ന ഉറപ്പുള്ളവർ കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാ. ഇന്ന് പോലത്തെ നിന്നോടുള്ള വാഗ്ദത്തം ഒതുക്കിയിടാനുള്ള അല്ല, നിന്നെ ഒതുക്കിയിടുന്ന മണ്ഡലത്തിൽ അല്ല, ദൂത് ചലിക്കാനുള്ളതാ. ഹല്ലേലൂയ, ആമേൻ. യോശുവയുടെ മേൽ അല്ലെങ്കിൽ യോശുവയുടെ കരത്തിലേക്ക് ഇസ്രായേൽ മക്കളെ ദൈവം കൈമാറുമ്പോൾ
യോശുവയ്ക്ക് അറിയത്തില്ല എന്തെല്ലാം പ്രതിസന്ധി മുമ്പ് വരുമെന്ന്, പ്രതികൂലം വരുമെന്ന്. അവൻ കാണുന്നത് കനാൻ ദേശത്തിലുള്ള ഏറ്റവും ഭംഗിയുള്ള അവിടുത്തെ വാഗ്ദത്തങ്ങളെയാ കാണുന്നത്. അല്ലെ, പലരും പ്രതികൂലത്തെ കാണുമ്പോൾ, പലരും പ്രതിസന്ധിയെ കാണുമ്പോൾ വാഗ്ദത്തത്തെ കാണുക, ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കുക. മല്ലന്മാരെ കാണാനല്ല, കൊറോണയെ കാണാനല്ല, രോഗത്തെ കാണാനല്ല, നിനക്കെതിരെ നിൽക്കുന്ന ലോകത്തിൽ കാണുന്നതിനെ, അനേകർ ഭയപ്പെടുന്നതിനെ കണ്ട് ഭയപ്പെടാനല്ല, ധൈര്യത്തോടെ മുന്നോട്ട് ചലിക്കാനാ. അതിൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. യോർദാൻ നദിക്കരയിൽ വന്ന് നിൽക്കുക ഇസ്രായേൽ മക്കൾ, കൂടാരങ്ങളിൽ പാർക്കുക. ഹല്ലേലൂയ. അപ്പുറത്തെ വിളവിനെ കണ്ട് സന്തോഷിക്കുക. അവർ കാണുന്നു നല്ലവണ്ണം പച്ചപ്പുണ്ട്, നല്ലവണ്ണം സമൃദ്ധിയായ വിളവുണ്ട്. അവർ വിചാരിച്ചു വിളവിന്റെ സമയത്ത് നമുക്കൊന്ന് ചലിച്ചു തുടങ്ങാം. ഹാർവസ്റ്റ് സീസൺ ആകുമ്പോ നമുക്ക് ചലിച്ചു തുടങ്ങാം. ചലിച്ചു തൊടാമെന്ന് ആഗ്രഹിച്ചിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായത് ഹാർവസ്റ്റ് സീസണിൽ സംഭവിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പുറത്ത് കടക്കാൻ കഴിയാതെ, അവർ ആഗ്രഹിച്ച മണ്ഡലത്തിലേക്ക് കടക്കാൻ കഴിയാതെ തടസ്സമായി കരകവിഞ്ഞൊഴുകുന്ന ഒരു യോർദാനുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ന് പകൽക്കാല എന്നെ കേൾക്കുന്ന ആരുണ്ടെങ്കിലും വാഗ്ദത്തം മുമ്പേ ഉണ്ടോ? കരകവിഞ്ഞൊഴുകുന്ന യോർദാനുണ്ട്. ഇന്ന് പകൽക്കാല ഈ യോർദാന് ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്? അപ്പൊ വായിക്കാം. യോശുവ 3-ാം അധ്യായം അതിന്റെ 14-ഉം 15-ഉം ഒന്ന് വായിക്കാം. അങ്ങനെ ജനം തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് യോർദാന്റെ അരികെ വന്നു. അടുത്ത വാക്കുകൾ ശ്രദ്ധയോടെ നിങ്ങൾ വായിക്കുക. കൊയ്ത്തു കാലമൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. മതി. കൊയ്ത്തു കാലമൊക്കെയും യോർദാൻ തീരം കവിഞ്ഞൊഴുകും. ആമേൻ. കൊയ്ത്തുണ്ടോ? നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടോ? യോർദാൻ കവിഞ്ഞൊഴുകും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അത് കണ്ടിട്ട് കൊയ്ത്ത് കാത്തിരുന്നാൽ കൊയ്ത്ത് മിസ്സാവും. കാത്തിരുന്ന് അതിന്റെ വാഗ്ദത്തം മിസ്സാവും. ഈ വർഷം പ്രാപിക്കേണ്ട നന്മ മിസ്സാവും. ഇന്ന് രാത്രി പകൽക്കാലം ശ്രമിക്കുന്ന ആരുണ്ടെങ്കിൽ പറ, ഞാൻ റെഡിയാണ് ഹാർവസ്റ്റിലേക്ക്, എന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്തങ്ങളിലേക്ക് ചലിക്കുവാൻ തയ്യാറാണെന്ന് പറയാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ആമേൻ. ഹാർവസ്റ്റ് ഉണ്ടെങ്കിൽ, ആമേൻ, കൊയ്ത്തുണ്ടെങ്കിൽ എന്തുണ്ട്? ആമേൻ. യോർദാൻ കവിഞ്ഞു. യോർദാൻ ഒന്ന് വറ്റാൻ കാത്തിരുന്നാൽ കൊയ്ത്ത് മിസ്സാവും. മനസ്സിലാവുന്ന എത്ര പേരുണ്ട്? 2020 ഹാർവസ്റ്റ് എന്നാണ് നിന്റെ ദൂത്. ഹല്ലേലൂയ. എടുത്തു ചാടിക്കോ, കാലെടുത്ത് വച്ചോ. നിന്നോടുള്ള ദൂത അടുത്ത സ്റ്റെപ്പിലേക്ക്, പ്രാർത്ഥനയുടെ അടുത്തൊരു ലെവലിലേക്ക്, വചനധ്യാനത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക്, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് ഇറങ്ങാമെങ്കിൽ ചിലത് സംഭവിക്കുന്നത് നീ കാണും. സയൻസിന്റെ വെല്ലുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് കഴിയാത്തത്, മനുഷ്യന്റെ അറിവിന് കഴിയാത്തത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കൊയ്ത്ത് കാലമൊക്കെ എല്ലാ സീസണിലും കൊയ്ത്ത് എപ്പോഴുണ്ടോ യോർദാൻ കവിഞ്ഞൊഴുകത്തേ ഉള്ളൂ. ആമേൻ. നിന്റെ മേൽ ഒരു ദൂതുണ്ടെങ്കിൽ, നിന്റെ മേൽ വാഗ്ദത്തം ഉണ്ടെങ്കിൽ, അത് പ്രാപിക്കേണ്ട സമയമാകുമ്പോൾ, അത് വിളവെടുക്കേണ്ട സമയമാകുമ്പോൾ ശത്രുജന യോർദാനായിട്ട് നിന്റെ മുമ്പിൽ നിൽക്കുമെങ്കിൽ, ഇന്ന് പകൽക്കാലം ശ്രമിക്കുന്ന നിന്നോട് എനിക്കൊരു ദൂതുണ്ട്. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം, നിന്റെ മേൽ പകർന്നിരിക്കുന്ന നീ ക്യാരി ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകത്തിൽ നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ, വിശ്വസിക്കാം. കരങ്ങളെ തട്ടി ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? ഇത് കാലെടുത്ത് വയ്ക്കുക.
ഇന്ന് മുമ്പിൽ ജനം മാറി നിൽക്കുമ്പോൾ മുമ്പിലേക്ക് ഇറങ്ങുവാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? അഭിഷേകത്തോടെ വിശ്വാസത്തോടെ പെട്ടകം ചുമക്കുക. ആരുണ്ട് ഇന്ന് പകൽക്കാലം ദൂതേറ്റെടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക്? ഹല്ലേലൂയ. ഇങ്ങനെ പറയുന്നു, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. പക്ഷേ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുക്കിയപ്പോൾ, നടുകലെത്തിയപ്പോഴല്ല, മുങ്ങാറായപ്പോഴല്ല, വക്കത്ത് എത്തിയപ്പോൾ ഒരു സ്റ്റെപ്പ് നീ എടുത്തു വയ്ക്കാൻ തയ്യാറായാൽ വെള്ളം വെള്ളത്തിന്റെ ഒഴുക്ക് നിൽക്കും. വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? നീ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ തയ്യാറാണോ? നിന്റെ കുടുംബത്തിൽ നീ മാത്രമാണോ ഉള്ളത്? സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാമെങ്കിൽ യോർദാന്റെ ചലനം അവിടെ നിൽക്കും. ഒഴുക്ക് നിൽക്കും. ഏറ്റെടുത്താല ദൂത ഏറ്റെടുത്താല ഒഴുക്ക് നിൽക്കും. നിന്റെ ശുശ്രൂഷയെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ സമ്പത്തിനെ ഒഴുക്കി കളയുമെന്ന് പറയുന്ന പൈശാചിക മണ്ഡലത്തിന്റെ ഒഴുക്ക് നിൽക്കും. പ്രൊഫറ്റിക് വേർഡായിട്ട് ഇന്ന് പലരെ ഏറ്റെടുക്കാൻ എത്ര പേർ തേരാ? ഹല്ലേലൂയ. ഒഴുക്ക് നിൽക്കും. ഒഴുക്ക് നിൽക്കാൻ കാത്തിരിക്കണ്ട. ഒഴുക്ക് നിൽക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. കാലെടുത്ത് വയ്ക്കാമെങ്കിൽ അഭിഷേകമുള്ളവൻ, നിയോഗമുള്ളവൻ, ദൂതുള്ളവൻ കാലെടുത്ത് വയ്ക്കാമെങ്കിൽ ഒഴുക്ക് നിൽക്കും. ആമേൻ. ഒഴുക്ക് നിൽക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് വാക്കാല ഒഴുക്ക് നിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്നെ തകർക്കുമെന്ന് പറയുന്ന, നിന്റെ ബിസിനസിനെ തകർക്കുമെന്ന് പറയുന്ന, നിന്റെ ആരോഗ്യത്തിനെ തകർക്കുമെന്ന് പറയുന്ന, നിന്റെ ആയുസ്സിനെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന, നിന്റെ കുടുംബജീവിതത്തെ തകർക്കുമെന്ന് പറയുന്ന, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തകർക്കുമെന്ന് പറയുന്ന, കുഞ്ഞുങ്ങളുടെ ഭാവിയെ തകർക്കുമെന്ന് പറയുന്ന, കുടുംബജീവിതത്തെ തകർക്കുമെന്ന് പറയുന്ന സകല ഒഴുക്കുകൾ ഇന്ന് പകൽക്കാലം നിൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് യോർദാന്റെ കരയിലെത്തി. ഹല്ലേലൂയ. അവർക്കെതിരെ നിന്ന മണ്ഡലത്തെ, അവർക്കെതിരെ നിന്ന യോർദാനെ ദൈവം മാറ്റി വഴിയൊരുക്കിയെങ്കിൽ അവരെ ഹാർവസ്റ്റ് സീസണിൽ തന്നെ, അവരോട് പറഞ്ഞ സമയത്ത് തന്നെ, അവരോട് പറഞ്ഞ കൃത്യം ഡേറ്റിൽ തന്നെ, അവരോട് പറഞ്ഞ ആ ഇയറിൽ തന്നെ അവരെ വാഗ്ദത്തത്തിലേക്ക്, അവരെ ഹാർവസ്റ്റിലേക്ക് അവരെ നയിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂതറ്റെടുത്തോ നീ ഹാർവസ്റ്റിലേക്ക് ചലിക്കപ്പെടാൻ പോവുകയാണ്. ഏറ്റെടുക്കാൻ കഴിയുള്ളവർ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? ഇത് മനുഷ്യന്റെ വാക്കല്ലേ? മനുഷ്യന്റെ വാക്കാണെങ്കിൽ വിശ്വസിക്കണ്ട. യോശുവയുടെ വാക്കാണെങ്കിൽ വിശ്വസിക്കണ്ട. മോശയുടെ വാക്കാണെങ്കിൽ വിശ്വസിക്കണ്ട. അല്ല, ഇന്ന് പകൽക്കാലം ഇത് വാക്ക് പറഞ്ഞവൻ ഇല്ലായ്മയിൽ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ളവനാണ്. കാറ്റിനോട് ശാന്തമാകാന്ന് പറഞ്ഞാൽ ശാന്തമാകും. അവന്റെ വാക്കിനനുസരിക്കും. അവൻ സകലത്തെ ഉളവാക്കി. ഇന്ന് അവന് അസാധ്യമായതൊന്നുമില്ല. സാക്ഷാൽ സർവശക്തനായ ദൈവമാ പറയുന്നത്. ഹല്ലേലൂയ. ആരാ പറഞ്ഞേ? യോശുവ 13 വാക്യം. ഹല്ലേലൂയ. സർവഭൂമിയുടെയും ഈ സർവഭൂമിയുടെയും നാഥനായ യഹോവ ആണ് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ? ആ വാക്കിലാണ് ഇവർ ഇറങ്ങിയത്. ആമേൻ. ആ വാക്കിലാണ് ഇവർ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇസ്രായേൽ ദേശത്ത് നിന്ന് ഇറങ്ങിയത് വാഗ്ദത്ത ദേശത്തിലേക്ക് ചലിക്കുവാൻ. ആമേൻ. ദൈവവാക്ക്, ദൈവത്തിന്റെ ശബ്ദം കേട്ടാ ഇറങ്ങിയത്. ദൈവ ശബ്ദത്തിന് അനുസരണയോടെ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ ഇവരുടെ മുമ്പ് നിൽക്കുന്നത്, ഇവർ ഹാർവസ്റ്റിനെ കാണുന്നുണ്ട്. അപ്പുറത്ത് നല്ലവണ്ണം വിളഞ്ഞു കിടക്കുക, നല്ല വിളവുണ്ട്. ഇസ്രായേൽ മക്കൾ അത് കണ്ട്, അതിന്റെ വളർച്ച കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുക. പക്ഷെ സീസൺ ആയപ്പോൾ ഇതാ ഒരു ഒഴുക്ക്. ആമേൻ. മനസ്സിലാവുന്നുണ്ടോ?
ചിലത് പ്രാപിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ, ചില നന്മയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ റെഡി എന്ന് ചിന്തിച്ചപ്പോൾ, അല്ല ഈ ഒരു സീസൺ, ഈ ഒരു വർഷം നമ്മുടെ നന്മയുടെ വർഷമാണ്, സഭയുടെ വളർച്ചയുടെ വർഷമാണ്. അല്ലെങ്കിൽ ഒരു ഒഴുക്ക് വന്നെങ്കിൽ നിന്റെ മേലുള്ള ആ അഭിഷേകത്തിന്റെ ഒരു അടുത്തൊരു ലെവലിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് നിന്നെ ചലിക്കാൻ സമയമായെന്ന് സഭ വ്യക്തികൾ ഇന്ന് പകൽ ദൂതേറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് യോർദാൻ വഴിമാറുന്ന കാണാൻ എത്ര പേർ തയ്യാറാകുന്നു? കഴിഞ്ഞ 6 മാസം നിന്നെ തകർത്ത് ഒതുക്കിയിട്ട മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വഴിമാറുന്നത് കാണുന്ന എത്ര പേരുണ്ട്? ഈ പ്രതിസന്ധി നിനക്ക് അനുകൂലമായി, അനുഗ്രഹമായി മാറാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് കാത്തു കിട്ടിയ ദൂത് കാത്തു നമ്മൾ ഇരുന്ന ചില അത്ഭുതങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എല്ലാ സീസണിലും നന്മയുടെ സമയത്താണോ നിനക്കെതിരെ ഈ പ്രതിസന്ധി? എല്ലാ നന്മയുടെ ഒന്ന് നേരെ വരുമ്പോഴാണോ നിനക്കെതിരെ യോർദാൻ നിൽക്കുന്നത്? ഇന്ന് പകൽക്കാലം തിരിഞ്ഞു പോകാനല്ല, തിരിഞ്ഞു മാറി കൂടാരത്തിലേക്ക് പോകാനല്ല, അവിടെ കൂടാരം അടിച്ചിരിക്കാനല്ല, ചലിക്കാൻ വേണ്ടിയാണ് നിന്നെ ദൈവം വിളിച്ചത്. നിനക്ക് മുമ്പിൽ ദൈവ പ്രവൃത്തി കാണാനാ, ദൈവം നിനക്ക് വേണ്ടി ഉണ്ടെന്ന്, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റട്ടെ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ പേരുള്ള ദൂത്, നിന്റെ പേരുള്ള വാഗ്ദത്തങ്ങൾ ഈ പ്രതിസന്ധി കാലത്ത് വെളിപ്പെടാൻ പോവുക. ആമേൻ. ലോകം കൊറോണ എന്ന് പറയും, ലോകം ലോക്ക്ഡൌൺ എന്ന് പറയും, ലോകം പലതും പറയുക. ഇത് വാൽക്കാലം നിന്നെ വിളിച്ചവൻ പറയാ, നീ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഈ പ്രതിസന്ധി മാറും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൂത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക, വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽക്കാലം പ്രതിസന്ധി മാറുവാൻ കാത്തിരിക്കരുത്, യോർദാനൊന്ന് വറ്റി കിട്ടുവാൻ കാത്തിരിക്കരുത്. നിനക്ക് വലിയ ഹാർവസ്റ്റിലേക്ക് നിന്റെ ജീവിതത്തിൽ നന്മ കൊയ്യണമെങ്കിൽ, നിന്റെ ജീവിത അനുഗ്രഹം കൊയ്യണമെങ്കിൽ, ദൈവീയ വാഗ്ദത്തങ്ങൾ കൊയ്യണമെങ്കിൽ ഈ സീസണിൽ നീ ഇറങ്ങേണ്ടത്. ഈ കാലഘട്ടത്തില് നിന്റെ പ്രാർത്ഥനയുടെ ലെവൽ മാറേണ്ടത്. ഈ കാലഘട്ടത്തില് ദൈവത്തോട് അടുക്കേണ്ടത്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്നത്. ആ കാലത്തൊരു അതിന്റെ പെട്ടകം വേണമായിരുന്നു. പക്ഷേ ഈ കാലത്ത് ദൈവം നമ്മുടെ ഉള്ളിലാണ്, ഈ മൺകൂടാരത്തിലാണ് അത് പകർന്നിരിക്കുന്നത്. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? നിന്റെ മൺകൂടാരത്തില് അവന്റെ കരുണ, അവന്റെ ഫേവർ ഇന്ന് പകൽക്കാലം നിന്റെ പേരുള്ള അഭിഷേകം, അഭിഷേകത്തോടെ കാലെടുത്ത് വയ്ക്കുമെങ്കിൽ ഹല്ലേലൂയ. പലരും ഭയപ്പെട്ട് ഒതുങ്ങിയിരിക്കുന്ന മണ്ഡലം, പലരും വർഷങ്ങളായി ഒതുങ്ങിയിരിക്കുന്ന മണ്ഡലം, എല്ലാ പ്രാവശ്യവും വരുമ്പോൾ ഇവിടെ ഹല്ലേലൂയ പൊങ്ങി കരകവിഞ്ഞൊഴുകുക. അന്ന് വരെ ഉള്ളവർ കടന്നിട്ടില്ല കേട്ടോ. അവിടെ ഉള്ളവർ കാത്തിരിക്കും ഇതൊന്ന് ഹാർവസ്റ്റ് സീസൺ ഒന്ന് മാറാൻ. എന്തിനാണ് അപ്പുറത്ത് കിടക്കണം, അങ്ങോട്ട് പോകണമെങ്കിൽ ഹാർവസ്റ്റ് സീസൺ മാറാൻ കാത്തിരിക്കും. പക്ഷെ നമ്മളെ വിളിച്ചത് വെറും കൈയായി വിടാനല്ല, ദൈവം വിളിച്ചത് നന്മയോട് വിചാരിക്കാനാണ്. മനസ്സിലാകാത്ത എത്ര പേരുണ്ട്? ഒരു കൊയ്ത്തിന്റെ കൂടെ, നിന്റെ കൂടെ ഒരു കൊയ്ത്തുണ്ട്, നിനക്കൊരു കൊയ്ത്തുണ്ട്, നന്മയുടെ കൊയ്ത്ത്. ഇന്ന് പാൽക്കാലം വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു കൊയ്ത്തുണ്ട്. ആ കൊയ്ത്ത നിനക്ക് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ചിലര് കാത്തിരിക്കുക ഈ കൊറോണ വൈറസ് ഒന്ന് തീരട്ടെ, ഇത് തീരുമ്പോ വേറെ ഒന്നും വന്നില്ലെങ്കിൽ വരൂല്ല എന്ന് ആര് പറഞ്ഞു? കഴിഞ്ഞ വർഷം വേറെ എന്തോ ഉണ്ടായിരുന്നില്ല അമേരിക്കയിലെ, ഒത്തിരി പേര് മരിച്ചില്ലേ? ഇത് അടുത്ത് വന്നു, കൊറോണ വന്നു. ഇങ്ങനെ ഓരോന്നും അടുത്ത ലെവലിലോട്ട് മാറില്ലെന്ന് എന്താ ഉറപ്പാ? ഓരോ സീസണും ദൈവസഭയ്ക്കും ദൈവ മക്കൾക്കും ദൂതുണ്ടെങ്കിൽ യോർദാൻ ഉണ്ടാകും. ഇത് സീസണാ, ഒരു ഹാർവസ്റ്റിന്റെ സീസണാ. ഇതിനെ കണ്ട് ഭയം ഒതുങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അപ്പുറത്ത് കിടക്കാൻ പറ്റത്തില്ല, വാഗ്ദത്തത്തിലേക്ക് കിടക്കാൻ പറ്റത്തില്ല, വാഗ്ദത്തത്തിലേക്ക് കിടക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ദൂതേറ്റെടുത്താട്ടെ, ദൈവവചനത്തിൽ ഉറച്ചാട്ടെ, ആത്മാവിൽ വർദ്ധിച്ചാട്ടെ, പരിശുദ്ധാത്മാവിൽ ചലിക്കുവാൻ
ഹല്ലേലൂയ. കുടുംബത്തിൽ ഒറ്റയ്ക്കാണ്, ഇറങ്ങിക്കോ. ബാക്കി ജനം നിന്റെ കൂടെ ഇറങ്ങാം. നീ ഇറങ്ങി കാല് വയ്ക്കുമ്പോൾ, യോർദാൻ മാറുമ്പോൾ, ഇതാ നിന്റെ പിറകെ ഒരു സൈന്യം തന്നെ ഉണ്ടാകും, ഒരു മൾട്ടിറ്റ്യൂഡ്, ആയിരക്കണക്കിന് ജനം നിന്റെ കൂടെ ഉണ്ടാകും. നീ ഇറങ്ങി തിരിക്കുമെങ്കിൽ നിന്റെ മുമ്പേ യോർദാൻ മാറുമ്പോൾ മനസ്സിലാകും നിന്റെ കൂടെ ഉള്ളവൻ പ്രാർത്ഥന കേൾക്കാത്ത ദൈവമല്ല, അവൻ ജീവനുള്ള ദൈവമാ. അവൻ സകലത്തെയും സൃഷ്ടിച്ചു. അവന്റെ ശബ്ദത്തിന് സകലതും വഴിമാറും. വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? ആമേൻ, ഹല്ലേലൂയ. ഹാർവസ്റ്റ് വേണോ? വിളവെടുപ്പിന് നേരാണോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സകല ഭയങ്ങളെയും വിട്ട് ദൈവവചനത്തിലും ദൈവിക ദൂതുകളിലും ഈ വർഷം നിന്റെ മേലുള്ള ദൂത്, നിന്റെ ശുശ്രൂഷയുടെ മേലുള്ള ദൂത്, നിന്റെ മേലുള്ള ദൂത്, നിന്റെ സഭയോടുള്ള ദൂത്, നിന്റെ കുടുംബത്തോടുള്ള ദൂത്, നിന്റെ കുഞ്ഞുങ്ങളോടുള്ള ദൂത്, ഹല്ലേലൂയ, ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നിറവേറാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല. ആമേൻ. വിശ്വസിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കേട്ട ദൂതിൽ പുരോഹിതന്മാർ കാലെടുത്ത് വെച്ചപ്പോൾ വെള്ളം വഴിമാറി, കരകവിഞ്ഞൊഴുകിയ യോർദാൻ അവർക്ക് മുമ്പിൽ നിന്ന് വഴിമാറി. നിയോഗമുള്ളവർ, അഭിഷേകമുള്ളവർ അടുത്തൊരു തലത്തിലേക്ക് ആത്മീയത്തിൽ പിറകോട്ട് പോകാതെ അടുത്തൊരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന യോർദാൻ വഴിമാറും. വിശ്വസിക്കാമെങ്കിൽ കണ്ണുകൾ അടയ്ക്കാം. ആരും വെറുതെ നിൽക്കരുത്. കൊയ്ത്ത് കാലത്തൊക്കെ നിനക്കൊരു കൊയ്ത്തുണ്ടെങ്കിൽ, നിനക്കൊരു നന്മയുണ്ടെങ്കിൽ, നിനക്കൊരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, ഈ വർഷം ഈ മാസം നടക്കണമെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു യോർദാൻ ഉണ്ട്. ആ യോർദാൻ ഉണ്ട്. യോർദാൻ ഇല്ലെന്നില്ല, അത് കര കവിഞ്ഞൊഴുകും. മാനുഷിക ചിന്തകളിൽ കടക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് കടക്കാൻ പറ്റത്തില്ല, വർഷങ്ങളായ അനേകരുടെ എക്സ്പീരിയൻസ് കൊണ്ട് കടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊരു പുതിയൊരു തലമാണ്. അഭിഷേകമുള്ളവൻ കാലെടുത്ത് വയ്ക്കുമ്പോൾ അനേകർ വെള്ളത്തിന്റെ അടുത്ത് കാല് വെച്ച് കാണും, പക്ഷെ യോർദാൻ മാറിയിട്ടില്ല. മനസ്സിലാകുന്ന എത്ര പേരുണ്ട്? അനേകർ വച്ചിട്ടുണ്ട്, അതിനു മുമ്പേ അനേകർ അവിടെ വന്ന് നിന്നിട്ടുണ്ട്, അനേകർ കാലെടുത്ത് വച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അഭിഷേകം ക്യാരി ചെയ്യുന്നവൻ, ദൈവ സാന്നിധ്യം ക്യാരി ചെയ്യുന്നവരുടെ കാൽ ആ വെള്ളത്തിന്മീതെ പതിച്ചപ്പോൾ വിശ്വസിക്കുന്നവൻ വഴിമാറിയെങ്കിൽ കാലം നിന്റെ മേലുള്ള ദൂത, നിന്റെ മേലുള്ള വാഗ്ദത്തം ഈ മാസം അതിലേക്ക്, ആ കൊയ്ത്തിലേക്ക് ദൈവം നിന്നെ ചലിപ്പിക്കുക. ദൈവമേ, സമയം അങ്ങയുടെ കരങ്ങൾ തരുന്നത് കർത്താവേ. നിങ്ങൾ ശ്രവിച്ച ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങൾ തരുന്നു. യോർദാനെ കണ്ട് കരകവിഞ്ഞൊഴുകുന്ന, യോർദാനെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ, സഭകളെ, ദൈവദാസന്മാരെ, ഈ കമന വാഗ്ദത്തമുണ്ട്, അത് പ്രാപിക്കാൻ കഴിയും. ആഗ്രഹങ്ങളെ കണ്ടിട്ട് പലതും ചിലരോട് വ്യക്തമായ ദൂത 2020 പല പ്രതീക്ഷകളോടാണ് നീ കയറിയത്. അതിനെതിരെ ഒരു യോർദാനെ നീ അറിഞ്ഞില്ല, കരകവിഞ്ഞൊഴുകുന്ന ഒരു യോർദാനെ നീ കണ്ടില്ല. പക്ഷെ വാഗ്ദത്തത്തിലേക്ക് അടുത്തപ്പോൾ ഇതാ കരകവിഞ്ഞൊഴുകയാണ്. ഈ സീസൺ മാറിപ്പോകുമോ? ഈ ഹാർവസ്റ്റ് നന്മ കൊയ്യാൻ പറ്റുമോ എന്ന ചിന്തയില് ദുഃഖിച്ച് തളർന്നിരിക്കുന്ന നിന്നോട് ആ ദൈവത്തിന്റെ ദൂത അഭിഷേകത്തോടെ പുറത്തു വരാമെങ്കിൽ, ആത്മാവിൽ ചലിച്ചു തുടങ്ങാമെങ്കിൽ ഈ യോർദാൻ നിനക്ക് വേണ്ടി വഴിമാറും. അനേകർക്ക് വഴിമാറിയില്ലെങ്കിലും നിനക്ക് വേണ്ടി, അഭിഷേകമുള്ളവന് വേണ്ടി വഴിമാറി ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്താട്ടെ. ദൈവം ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങൾ തരുന്നത് കർത്താവേ. ഞങ്ങളുടെ നല്ല വാഗ്ദത്തത്തിന് നന്ദി, നല്ല ദൂതിന് നന്ദി കർത്താവേ. ഞങ്ങൾ ഈ വർഷം തന്നെ ഞങ്ങളുടെ മേലുള്ള വാഗ്ദത്തങ്ങൾ, ഞങ്ങളുടെ മേലുള്ള നന്മയുടെ കൊയ്ത്ത് ഞങ്ങൾ അനുഭവിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി അങ്ങിൽ ആശ്രയിക്കുന്നു.
അഭിഷേകത്തിൽ വർദ്ധിക്കുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, അങ്ങയോട് കൂടെ ചേർന്നിരിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തും. വിശ്വാസത്തിൽ വർദ്ധിക്കട്ടെ. ഓ, ഇവിടെ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ ശകമന ഹദന, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ വിശ്വാസം വർദ്ധിക്കട്ടെ. Let the faith increase. ഒരു അനുഗ്രഹമായി മാറട്ടെ. സകലതും നന്മയ്ക്കായി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.